ഹായ്, ഞാനിന്നൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ഏത് മീൻ വച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ ചേർക്കുക. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഞാനിപ്പോൾ വട്ടത്തിലരിഞ്ഞാണ് ചേർക്കുന്നത്. ഒരു വലിയ സവാളയുടെ അരമുറി, ഒരു വലിയ തക്കാളിയുടെ അരമുറി. ഇനി സവാള വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ നിറമൊന്നും ആയി വരണ്ട, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഇപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ വരെ ചേർക്കാം ഈ സമയത്ത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചേർത്താലും മതി. ഇപ്പം ചേർത്തിട്ട് കൂടി പോണ്ടല്ലോ. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ച് ഒരു ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങയാണ് ചേർക്കേണ്ടത്. മാങ്ങ ചേർക്കുമ്പോൾ അളവിനനുസരിച്ചല്ല ചേർക്കാൻ, മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം അരിഞ്ഞിട്ടൊന്ന് കഴിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പുളിക്കനുസരിച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മാങ്ങയുടെ 1/4 ഭാഗം ചേർക്കണുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മാങ്ങ ഇല്ലെങ്കിൽ ഇത് വയ്ക്കാതിരിക്കേണ്ട. പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുടംപുളിയോ വാളംപുളിയോ ചേർക്കാം. കുടംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ ചേർക്കേണ്ടി വരും. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പുളിയൊക്കെ നോക്കാം. കുറവാണെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടംപുളിയൊക്കെ ഇടുമ്പോൾ നമുക്ക് പുളി കൂടുതലായിട്ട് തോന്നിയാൽ അതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്കിതുപോലെ കറി വയ്ക്കാം. ചൂരയും ചെമ്പല്ലിയും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/4 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തവി കൊണ്ട് ഇളക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെച്ചാലും മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. ഒന്ന് കുറുകി വരുന്നവരെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ സവാള അരച്ചപ്പോൾ 2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത്ര എരിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മീൻകറി വയ്ക്കുമ്പോൾ എരിവ് കുറവാണെന്ന് തോന്നിയാൽ ഇതുപോലെ കടുക് വറുക്കുമ്പോൾ എണ്ണയിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മീൻകറിയിൽ ചേർത്ത് കൊടുത്താൽ മുളക് പൊടിയുടെ ആ പച്ചമണം ഒന്നും കാണില്ല. കറിക്ക് നല്ല കളറും ആയിരിക്കും. ഇനി ഇത് നമുക്ക് മീൻകറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നാലും ചോറിൻ്റെ കൂടെ ആയിരുന്നാലും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.